നമസ്കാരം. 2024 ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുകയാണ്. ഈ ദിനത്തിൽ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. HIV പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവും അതിൻ്റെ കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ കണക്കുകളിൽ സ്വവർഗരതിക്കാരായ യുവാക്കൾക്കിടയിൽ HIV പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കുതിച്ചുയരുകയാണ് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ ലഹരി കുത്തിവെക്കുന്നവരുടെ ഇടയിലും HIV ബാധിക്കുന്നതിൻ്റെ കണക്കുകൾ അതിവേഗം ഉയരുകയാണ്. ഇവരുടെ ഇടയിൽ 8% HIV ബാധിതരായിരിക്കുന്നത്. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 20% സ്വവർഗരതിക്കാരാണ്. ഈ ഗണത്തിലുള്ളവരെല്ലാം 20-നും 30-നും ഇടയിലുള്ളവരാണ്. നേരത്തെ HIV ബാധിതരാകുന്നതിൽ 2% സ്വവർഗരതിക്കാർ. മൊത്തത്തിൽ HIV ബാധിക്കുന്നവരുടെ ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ അത് 42 മുതൽ 50 വയസ്സിനിടയ്ക്ക് ഉള്ളവരായിരുന്നു. ഇവരായിരുന്നു ഇതിൽ കൂടുതൽ. ഇവിടെയാണ് ഇപ്പോൾ HIV പോസിറ്റീവായ യുവാക്കളുടെ എണ്ണം പെരുകുന്നതായി കാണപ്പെടുന്നത്. ഇതെല്ലാം സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കുകൾ പ്രകാരമുള്ളതാണ്. ഇതിൽ നിന്നും വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യമെന്നത് നേരത്തെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ബോധവൽക്കരണ പരിപാടികളും പരിശോധനകളും വ്യാപകമാക്കുക എന്നതാണ്. ഗർഭിണികൾക്കിടയിലും HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം 81 ഗർഭിണികളിലാണ് HIV കണ്ടെത്തിയത്. മറ്റൊരു കണക്ക് നോക്കുമ്പോൾ പ്രായപൂർത്തിയായവരിൽ HIVയുടെ സാന്ദ്രത ഇന്ത്യയെമ്പാടും നോക്കിയാൽ 0.2 കേരളത്തിൽ അത് 0.07 എന്നാൽ തിരുവനന്തപുരത്ത് 0.19 ഈ സാന്ദ്രത കാണിക്കുന്നത്. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ മൊത്തത്തിലുള്ള കണക്ക് പറയുന്നത് കേരളത്തിൽ പുതുതായി എയ്ഡ്സ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ്. പരിശോധന വർദ്ധിപ്പിച്ചപ്പോൾ അതിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ കണക്കിൽ ഒക്ടോബർ വരെ 19,20,217 പേരിൽ പരിശോധന നടത്തിയപ്പോൾ 1065 പേർക്കാണ് HIV പോസിറ്റീവ് കണ്ടെത്തിയത്. മുൻവർഷത്തേക്കാൾ ഇത് കുറവാണ്. ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശത്തിലെ മുദ്രാവാക്യം അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ എന്നാണ്. ഇപ്പോൾ പുതുതായി റിപ്പോർട്ട് ചെയ്ത പല കേസുകളും വളരെ നേരത്തെ രോഗം ബാധിച്ച് തിരിച്ചറിയപ്പെടാത്തവരായിരുന്നു. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത 1065 പേരിൽ 805 പേർ പുരുഷന്മാരാണ്, 258 പേർ സ്ത്രീകളും. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോഴും പോസിറ്റീവായവരുടെ എണ്ണത്തിലുണ്ടായ കുറവ് അത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമായി ആരോഗ്യവകുപ്പ് കരുതുകയാണ്. കൂട്ടം കൂടി മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിലൂടെയാണ് യുവാക്കൾക്കിടയിൽ HIV ബാധിതരുടെ എണ്ണം പെരുകുന്നതിന് കാരണം. ഇതിനോടൊപ്പം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രോഗം പടരുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്നത് 2025 95 എന്ന ലക്ഷ്യമാണ്. അതെന്താണെന്ന് നോക്കിയാൽ ഇതിൽ ആദ്യത്തെ 95 എന്നത് HIV ബാധിതരായവരിൽ 95% പേരും അവരുടെ അവസ്ഥ തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമത്തെ 95 സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തിരിച്ചറിഞ്ഞവരിലെ 95% പേരെയും NRT ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നതാണ്. മൂന്നാമത്തെ 95 സൂചിപ്പിക്കുന്നത് ഇവരിലെ 95% ആളുകളിലും വൈറസിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ്. എയ്ഡ്സ് രോഗികളുടെ എണ്ണം 0-ലെത്തിക്കുവാൻ 1-0 എന്ന ക്യാമ്പയിൻ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് 2030 പുതിയ HIV അണുബാധ ഇല്ലാതാക്കുക എന്നതാണ്. അതിനു മുന്നേ തന്നെ ആ ലക്ഷ്യം കൈവരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരളം നടത്തി വരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് HIV ബാധിതർക്ക് കൗൺസിലിങ്ങിനും പരിശോധനയ്ക്കുമായി 793 ജ്യോതിസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും കണ്ണൂർ, കൊല്ലം ജില്ലാ ആശുപത്രികൾ, മാനന്തവാടി, കാസർഗോഡ്, എറണാകുളം ജനറൽ ആശുപത്രികൾ എന്നിവിടങ്ങളിലായി 15 ഉഷസ് കേന്ദ്രങ്ങളുമുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ മറ്റു പദ്ധതികളിൽ 23 പുലരി കേന്ദ്രങ്ങളിൽ ലൈംഗികജന്യ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ, HIV അണുബാധ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങൾക്കിടയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ ജില്ലകളിലും 64 സുരക്ഷാ പദ്ധതികൾ ഇതൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനോടൊപ്പം മറ്റൊരു ദുരവസ്ഥ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അനർഹർ ക്ഷേമ പെൻഷൻ കൈയിട്ടുവാരുന്ന വാർത്തകളോടൊപ്പം HIV ബാധിതർക്ക് സർക്കാർ നൽകുന്ന പെൻഷൻ നിലച്ചിട്ട് മാസങ്ങളായി. കഴിഞ്ഞ 9 മാസങ്ങളായി അവരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. 10,458 പേരാണ് HIV ബാധിതരുടെ പട്ടികയിൽ പെൻഷൻ അർഹരായി ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. ഇപ്പോൾ പ്രതിമാസം 1000 രൂപയാണ് പെൻഷനായി നൽകുന്നത്. ഈ വീഡിയോ HIV എന്ന മഹാവിപത്തിൻ്റെ അവസ്ഥ ഈ കാലഘട്ടത്തിലും തുടരുന്നു എന്ന സൂചന നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നാടിന് നാളെ താങ്ങായി നിൽക്കേണ്ട യുവജനങ്ങൾക്കിടയിൽ രോഗബാധ വർദ്ധിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ നിന്നും ഒരു തരത്തിലും പിന്നോക്കം പോകുവാനും പാടില്ല.
മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.